ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശ്വാസിയോടുള്ള ദൈവത്തിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് നാം വീണ്ടും ചിന്തിക്കുമ്പോൾ ദൈവശബ്ദം ശ്രവിക്കുക, ഹിയറിംഗ് ഗോഡ്സ് വോയിസ് എന്നതാണ്. ദൈവം എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്? അങ്ങനെ നമ്മോട് ദൈവം നേരിട്ട് സംസാരിക്കുമോ? ഇതെല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. പരീശന്മാരുടെ വിശ്വാസം ദൈവത്തിന് പറയാനുള്ളതെല്ലാം മോശയുടെ എഴുത്തുകളിലൂടെ അഥവാ ന്യായപ്രമാണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു എന്നതാണ്. ആധുനിക ദൈവശാസ്ത്ര പണ്ഡിതർ എന്ന് അഭിമാനിക്കുന്ന ചിലരുടെ പഠിപ്പിക്കലുകൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളിലൂടെ മാത്രമാണ് ദൈവം സംസാരിക്കുന്നത് എന്നതുമാണ്. എന്നാൽ നാം ആരാധിക്കുന്നത് വെറും മൂഢനായ ഒരു ദൈവത്തെയാണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ അത് എത്രയോ പരിഹാസ്യമാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പല ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ എബ്രായ ലേഖനം 12:25 അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം എന്നും അവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന വാക്കുകളാൽ മാത്രമേ നമുക്കും സഭകൾക്കും ജീവനും അനുഗ്രഹവും ലഭിക്കുകയുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12:47-48 വാക്യങ്ങളിൽ 2 കാര്യങ്ങൾ അവിടെ വ്യക്തമായി നമുക്ക് കാണാം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ അറിയാതിരുന്നിട്ട് ചെയ്യാതിരുന്നാലും അടികൊള്ളും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം കേൾക്കുന്നതിനുള്ളതായ തടസ്സങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയ കാഠിന്യം അത് ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനും ദൈവവചനം കേൾക്കുവാനുമുള്ളതായ ഒരു തടസ്സമാണ്. എബ്രായ ലേഖനം 4:7 ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ ക്ഷമിക്കാത്ത ഹൃദയമുണ്ടെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം മുമ്പിൽ പൂർണ്ണതയില്ലാത്ത ഒരു ഹൃദയമാണ് എങ്കിലും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതാണ് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16:9 നമ്മളോട് പറയുന്നത്. ലൗകികമായ സ്നേഹം അത് 1 യോഹന്നാന്റെ ലേഖനം 2:15, മത്തായിയുടെ സുവിശേഷം 22:37 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ ഇത് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ലൗകികമായ സ്നേഹത്തിൽ മുൻപോട്ടോടുന്ന ഒരാൾക്ക് ദൈവവുമായിട്ട് യാതൊരു കൂട്ടായ്മയും അനുഭവിപ്പാനോ ദൈവിക ശബ്ദം കേൾക്കുവാനോ സാധ്യമല്ല. അതുപോലെ തന്നെ ദുരുദ്ദേശങ്ങൾ, അതുപോലെ വീണ്ടും ജനിക്കാത്ത അവസ്ഥ, ഇതെല്ലാം ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നതാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 18:7 മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമറ്റ ഒരു മനസ്സാക്ഷിയോടുകൂടെ അടുത്തു ചെല്ലുന്ന ആർക്കും ദൈവത്തിന്റെ വായിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ആ വാക്കുകൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നതാണ് ഏത് തലമുറയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരു ദൈവകുഞ്ഞിനും ആ ദൈവശബ്ദം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഒരു കുഞ്ഞ് അമ്മയുടെ ആ ലാളനകൾ മനസ്സിലാക്കുന്നത് അത് വലിയ പാണ്ഡിത്യമുണ്ടായിട്ടല്ല, തിരിച്ച് കുഞ്ഞിന്റെയും അതിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു മാതാവ് മനസ്സിലാക്കുന്നത് അതിന് വിശക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ
ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം അമ്മ മനസ്സിലാക്കുന്നതും പ്രത്യേകിച്ച് സംസാരിച്ചിട്ടല്ലല്ലോ. അതെ, ആ മാതാവും ആ കുഞ്ഞും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് അവിടെ ആശയവിനിമയം നടക്കുന്നത്. അപ്രകാരം തന്നെ മൃഗങ്ങളിലാണെങ്കിലും നമുക്കതെല്ലാം കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാൻ കഴിയത്തില്ലെന്നാരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് അവരുടെ തെറ്റല്ല. അവർക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ അനുഭവിപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ ഹൃദയത്തെ ശത്രു വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സാന്തരത്തോടുകൂടെ ദൈവത്തിങ്കലേക്ക് അടുത്താൽ നിശ്ചയമായിട്ടും ആ ദൈവശബ്ദം ആർക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ശബ്ദത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരുന്നാൾ സമീപമായി, കാഹളം കേട്ടിടാൻ സമയമായി, വേഗമോടിടാം.